ക്യാമിയോസ് കുറച്ച് പേരുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. ആക്ച്വലി ഞാനും കേട്ടായിരുന്നു, മമ്മൂട്ടി സാറും അതെ അതെ. ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യും പാലക്കാട്. പാലക്കാട് മാത്രമല്ല, ഞാൻ പാലക്കാട് ആയതുകൊണ്ട് ഞാൻ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ പൊക്കം കുറഞ്ഞ കുതിരയാണെങ്കിൽ നമ്മൾ താഴ്ത്തി വീഴുവാണെങ്കിലേ ആ ഹൈറ്റിൽ നിന്നല്ലേ വീഴുള്ളൂ. അതിന് ദേഷ്യം വന്ന് ചവിട്ട് അതൊഴിക്കുക അങ്ങനെ തന്നെ. എന്താ പഠിക്കാൻ പോകുന്നുണ്ടോ? ഹലോ എവരിവൺ, വെൽക്കം ടു മാംഗോ ടോക്ക് ടൈം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഭീകരനാണ്, കൊടും ഭീകരനാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു അധോലോകമാണ്. അത്ര വെളുപ്പം മതിയാണ്. ഓക്കെ, ഇറ്റ്സ് നൺ അതർ ദാൻ സൈജു കുറുപ്പ് AKA അരക്കിൽ അബു. കൈയും കാലൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? നല്ലൊരു വീഴ്ച ആയതുകൊണ്ട് വേറെ പ്രശ്നം. പക്ഷെ അരക്കിൽ അബു വീണപ്പോൾ ആട് 3യുടെ ഹൈപ്പ് കുറച്ച് കൂടിയോ എന്നൊരു ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നത്. ഈ ആൾക്കാർക്ക് സംശയമുള്ള ആൾക്കാരുണ്ടല്ലോ, ആട് 3 എന്താകും ഇപ്രാവശ്യം, കഴിഞ്ഞ 2 ഭാഗം പോലെ തന്നെ വരുമോ എന്നുള്ള ആശങ്കയുള്ള ആൾക്കാരൊക്കെ ഈ സീൻ നമ്മൾ പുറത്തു വിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ മനസ്സിൽ ഹൈപ്പ് കുറച്ച് കുറവാണ്. ബട്ട് ദോസ് ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഓക്കെ 1 ഉം 2 സംഭവിച്ച പോലെ തന്നെ ഈ മണ്ടന്മാർ ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. ഐ മീൻ ക്യാരക്ടേഴ്സിനെ പറ്റിയാട്ടോ പറഞ്ഞത്, സംവിധായകനെ പറ്റിയല്ല. ഈ മണ്ടൻ ക്യാരക്ടേഴ്സ് ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീൻ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ആക്ച്വലി ഈ സിനിമയിലെ ഒരു ഹതഭാഗ്യൻ ആരാണ് എന്നറിയോ? ഓൾ ടുഗെദർ മൊത്തത്തില് ഇന്നത്തെ എല്ലാ ക്യാരക്ടേഴ്സും ഹതഭാഗ്യന്മാരാണ്. ഇതൊരു പേഴ്സൺ അല്ല എന്ന് ഞാൻ ക്ലൂ വരാം. ഇതൊരു പേഴ്സൺ അല്ല, ഒരു റാൻഡം ഗസ്. പിങ്കിയാണോ? ആടാണോ? അല്ല. ആ വണ്ടി വീണ്ടും ആ വണ്ടി തല്ലിപ്പൊട്ടിച്ചു. ഫസ്റ്റ് മൂവിയിലും തല്ലിപ്പൊടിച്ചു, സെക്കൻഡ് മൂവിയിൽ ആദ്യമേ പോയി, ഇപ്പം വീണ്ടും. അതിന് ചില്ല ഉണ്ടാകാൻ പാടില്ല, അതിന് ആ ഒരു രാശിയില്ല, ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു രാശിയില്ല. അതായത് നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ഇപ്പം ഒരു സാധനം നമുക്ക് പുറത്തേക്ക് കളയണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടെയാണ് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയും കളയാം. പിന്നെ അബുവിന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു ഇത് വേണമല്ലോ. അത് ഇപ്രാവശ്യം അങ്ങനെ ബ്രേക്ക് പിടിക്കേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുമ്പോട്ടും പോയിട്ടില്ല. പക്ഷെ അതിനൊക്കെ കംഫർട്ട് ഈ ഗ്ലാസ് ഇല്ലെങ്കിലാണ്. ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടാവില്ല ഇപ്പൊ ആട് 3 that you're looking forward to? ഇത് നമ്മുടെ പാസ്റ്റ് ഒരു പുതിയ സംഭവമായിരുന്നു നമ്മളെല്ലാവരെയും സംബന്ധിച്ച്. നമ്മളങ്ങനെ ആ കാലഘട്ടത്തിലുള്ള, അതായത് രാജാക്കന്മാരൊക്കെ ഉള്ള ആ സമയത്തുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ആട് 2 മറ്റേ ബാലയിൽ ലക്ഷ്മണനായിട്ട് അഭിനയിച്ചതല്ലാണ്ട് ബാല്യ സീനിലോ ബാക്കിയൊന്നിലും അങ്ങനത്തെ ഡ്രസ്സോ അല്ലെങ്കിൽ കുതിര സവാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ഇത് ചെയ്തിട്ടില്ല. അപ്പം ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ദോസ് ഏരിയാസ്. ആ പാസ്റ്റ് ടൈം ലൈനിലെ ഏരിയാസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പറയത്തില്ല എന്നറിയാം, ക്യാമിയോസ് കുറച്ച് പേരുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. ആക്ച്വലി ഞാനും കേട്ടായിരുന്നു, മമ്മൂട്ടി സാറും അത് ഞാനും കേട്ടായിരുന്നു. അപ്പം പക്ഷെ ഞാൻ അഭിനയിച്ച സീനിലൊന്നും അവരില്ല, പിന്നെ ലൊക്കേഷനിലൊക്കെ അവർ വന്നതായിട്ട് എൻ്റെ അറിവിലും ഇല്ല. അത് എനിക്ക് തോന്നുന്നൊരു ഗോസിപ്പായിരുന്നു. നിഖില വിമൽ ഒരു സോങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഗോസിപ്പ് വന്നായിരുന്നല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ഗോസിപ്പായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കേട്ട ഗോസിപ്പ് എന്തായിരുന്നു വെച്ചാൽ അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തായിരുന്നു. അതായത് വോയിസ് ഓവർ ചിലപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും വോയിസിൽ കാണുമെന്ന്. പക്ഷെ അതും ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബിക്കോസ് അതൊക്കെ ഡബ്ബിങ് സമയത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രസൻസ് കാണൂല. നിഖില വിമൽ നമ്മുടെ സുൽത്താൻ സോങ്ങിലാണെന്നാണ് കേട്ടത്. നമ്മുടെ മൂവിയിലെ മൾട്ടിവേഴ്സ് ആണ്, 2 ടൈം ലൈനിലാണ് മൂവി നടക്കുന്നത്. സോ വാട്ട് ഇസ് എ ചേഞ്ച് അപ്പോഴും ഇപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഗ്യാങ്ങിനുള്ളത്? നമ്മുടെ പാപ്പനും മക്കൾക്കും പാപ്പനും പിള്ളേർക്കും ഒരു ചേഞ്ചും ഇല്ല. അവർ ഇപ്പോഴും മണ്ടന്മാർ തന്നെ. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭയങ്കര പ്രശ്നം തന്നെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇവർക്ക് എത്രയോ $1 മില്യൺ കിട്ടുന്നതായിട്ടാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇതിപ്പോൾ ഒരു ചായക്കട കൊണ്ടുപോയി കൊടുത്താൽ $1 കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഡോളേഴ്സ് വെച്ച് ഇവർ എന്ത് ചെയ്തെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. പിന്നെ ഡ്യൂഡുമായിട്ടുള്ളൊരു റൈവൽറി അതേപോലെ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് ആര് ജയിക്കുന്നു ചോദിച്ചാൽ ആരും ജയിക്കുന്നില്ല. എല്ലാ പാർട്ടിലും അങ്ങനെയാണല്ലോ. ഡ്യൂഡുമായിട്ടുള്ള റൈവൽറി, അല്ലെങ്കിൽ ഇപ്പം ഡ്യൂഡ്, സർബത്ത് ഷമീർ, സാത്താൻ സേവിയർ, PP ശശി, ഇവര് എല്ലാവരും ആന്റഗോണിസ്റ്റ് ആണ് ഷാജി പാപ്പന്റെ പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷെ പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇവരെല്ലാവരും ഹീറോസ് ആണ്. ഇതിനകത്ത് ആരും ജയിക്കുന്നില്ല, ആരും തോക്കുന്നില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ എല്ലാവരും തോൽവികളാണ്. പിന്നെ നമ്മൾ 2 ടൈം ലൈൻ പറയുന്നുണ്ട്. 2 ടൈം ലൈനിൽ
ഇത് ഈ പ്രസന്റ് ടൈം ലൈനിലുള്ള ആക്ടേഴ്സ് തന്നെയാണ് വേറെ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കഥാപാത്രം ഞാൻ പത്മനാഭ രാജാവിൻ്റെ അതായത് ജയസൂരി എന്ന കഥാപാത്രത്തിൻ്റെ സേനാപതിയാണ്, അല്ലെങ്കിൽ ഒരു പടത്തലവൻ എന്നൊക്കെ പറയുന്ന പോലെ. കോമൻ കുറുപ്പ് അതാണ് എൻ്റെ പേര്. അപ്പം ഇവരുടെ ഇപ്പം നമ്മൾ പോസ്റ്റേഴ്സും അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർ ഭയങ്കര മറ്റേ കിരീടമൊക്കെ വെച്ചിട്ട് വാളും പരിചയമൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവരും മണ്ടന്മാരാണ്. ആടാണല്ലോ സിനിമ. അപ്പോൾ അതുകൊണ്ട് മണ്ടത്തരത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ആ ടൈം ലൈനിൽ അത് 100-120 വർഷം മുമ്പുള്ള കാര്യം നമ്മൾ പറയണത്. അപ്പോൾ ആ സമയത്തും ക്യാരക്ടേഴ്സും ഒക്കെ മണ്ടന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന അമളികളും അതും ഇതൊക്കെയാണ് ആട്. എങ്ങനെയുണ്ടായിരുന്നു ആ കോസ്റ്റ്യൂമും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇട്ട് കഴിയുമ്പം ആദ്യത്തെ ഒരു 5 മിനിറ്റ് രസമുണ്ട്. നമ്മൾ കാണുമ്പോഴത്തേക്കും വയറൊന്നും അങ്ങനെ അറിയില്ല. കറക്റ്റ് ഭയങ്കര ഫിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യും. പാലക്കാട് മാത്രമല്ല, ഞാൻ പാലക്കാട് ആയതുകൊണ്ട് ഞാൻ പാലക്കാട് എന്ന് പറഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇതിട്ടുകൊണ്ടിരിക്കണം. ഇത് ഊരിയ ഇടലത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഒടിഞ്ഞു മുടങ്ങി ഇപ്പോൾ നമുക്കിത് ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് മുടങ്ങില്ല. ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ കവചത്തിൻ്റെ ഈ നെക്ക് കുറച്ച് നമ്മുടെ ലോ അല്ലായിരുന്നു. അപ്പോൾ ഇത് കുതിരയിൽ നമ്മൾ കുതിര സവാരി ചെയ്യുമ്പോഴത്തേക്കും ഈ ഇതാണല്ലോ, ഇത് വന്നിങ്ങനെ ഇടിച്ചോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കുതിര സവാരിയെ കഷ്ടപ്പാടായിരുന്നു. അയ്യോ, അത് കുറച്ച് പ്രശ്നമായിരുന്നു. ഞാൻ അതിനുവേണ്ടി ബാംഗ്ലൂര് പഠിക്കാനൊക്കെ പോയി. അവർ ബേസിക്സ് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യം സിനിമയിൽ എന്താണ് ഷോട്ട്. ഇപ്പോൾ നമുക്ക് കുതിര ഭയങ്കര സ്പീഡിൽ ഓടിച്ചു വരുന്ന കോമൻ കുറുപ്പ്. അപ്പോൾ സ്പീഡിൽ ഓടിച്ചു വരുന്നതാണ് ആവശ്യം. അപ്പോൾ ഞാൻ നമ്മുടെ അവിടുത്തെ സാറിനോട് പറഞ്ഞു, സാർ ആക്ച്വലി വളരെ സ്പീഡിൽ ഓടിച്ചു വരുന്ന ഒരു സാധനമാണ് നമുക്ക് വേണ്ടത്, നമുക്ക് അത് പ്രാക്ടീസ് ചെയ്താലോ. അപ്പോൾ നിനക്ക് ഒന്നും അറിയില്ല, നീ ആദ്യമായിട്ടാണ് കുതിര കയറുന്നത്, എന്നിട്ട് നീ സ്പീഡിൽ ഓടിക്കുന്ന കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കേട്ട് ആദ്യത്തെ 2 ദിവസം ഒരാൾ കുതിരയുടെ മറ്റേ വള്ളി പിടിച്ചുകൊണ്ട് എന്നെ പുറത്തിരുത്തി മറ്റേ ബീച്ചിലൊക്കെ നടക്കുന്ന പോലെ അവിടെ നടന്നു കുറച്ച്. അപ്പോൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് പിറ്റേ ദിവസം പുള്ളി പറഞ്ഞു അല്ലല്ല കേരളമൊക്കെ അവർ കയറ്റിക്കോളും, ഇങ്ങനെ അപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആ ഒരു ഋതം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-10 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും, ഈ അപ്പ് ഡൗൺ. അപ്പോൾ ക്ഷീണിച്ച് പിന്നെ ഞാൻ കുറച്ചു നേരം പുള്ളി കാണാത്ത സമയത്ത് റിലാക്സ് ചെയ്യും. പുള്ളി ഇങ്ങോട്ടെങ്ങാനും തിരിയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വീണ്ടും അപ്പ് ഡൗൺ ചെയ്യും. അതെ, അത് തന്നെ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഒരാൾ പതുക്കെ കുതിരയായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഓടും. അപ്പോൾ കുതിര ട്രോട്ട് ചെയ്യും. ഇതാണ് പണി, ഈ ട്രോട്ടിങ്. ഈ ട്രോട്ടിങ്ങിൽ ഋതം കിട്ടാൻ വലിയ പ്രയാസമാണ്. അതിനാണ് ഈ 2 ദിവസം എന്നോട് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതാണെങ്കിൽ ശരിക്കും ചെയ്തുമില്ല. ഇതാണെങ്കിൽ കുതിരയുടെ ബോഡി ഇങ്ങനെ വരുമ്പോഴായിരിക്കും ഞാൻ താഴുന്നത്. അപ്പം താഴത്ത് പോയി അടിക്കും. അങ്ങനെ ഗ്രോയിൻ പെയിൻ അതൊക്കെ ആയിട്ട് ഞാൻ 4ാമത്തെ ദിവസം എന്നെ വിട്ടത് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ചിലവിലാണല്ലോ. ഞാനപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസറുടെ കാശ് ചിലവായിരിക്കാൻ വേണ്ടി ഞാൻ വിജയ് വിളിച്ചു പറഞ്ഞു, ബ്രോ ഇത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല, മറ്റേ അറക്കല പോലെ ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന പോലെ ഞാൻ പുള്ളിയോടൊക്കെ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയെ വിളിച്ചു പറഞ്ഞു, ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസിനെ വിളിച്ചു പറഞ്ഞു ഇത് ഇവിടെ വെച്ച് നിർത്തുമായിരിക്കും നല്ലത്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു കാര്യം 2 ദിവസം കൂടെ നോക്ക്, പറ്റിയില്ലെങ്കിൽ തിരിച്ചു വന്നോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നെട്ടൂർ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേബിളുണ്ട്. അപ്പോൾ അവിടെ എല്ലാവർക്കും വേണ്ടി അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ 1 ദിവസമാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഈ സിനിമയ്ക്ക് വേണ്ടി കുതിര സപ്ലൈ ചെയ്യുന്ന മാസ്റ്ററുണ്ട്. അപ്പോൾ പുള്ളി എന്നെ ഒരു 5-6 കുതിര കാണിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തോ ഏതാ വേണ്ടത്. ഞാൻ എൻ്റെ അകത്ത് ഏറ്റവും പൊക്കം കുറഞ്ഞ കുതിരയെ സെലക്ട് ചെയ്തു. അതായത് എനിക്ക് ഇത് മതി. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്താൽ ഇതിനെ തന്നെ എനിക്ക് ഷോട്ടിൽ തരുമെന്ന് ചോദിച്ചു. കണ്ടിപ്പാ സാർ, കണ്ടിപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വൈറ്റ് സുന്ദരിയാണോ അറിയില്ല. ഞാൻ ആ കുതിരയുടെ മേളിൽ കയറി ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഭഗത്തും ഹരികൃഷ്ണനും ഞങ്ങൾ 3 ഒരു ടീമാണ് സിനിമയിൽ. ഇവരും എൻ്റെ കൂടെ ഉണ്ട്. ഇവരൊക്കെ എന്നെക്കാളും എനിക്ക് കിട്ടിയ കുതിരക്കാളും വലിയ കുതിരയുടെ മേളിലിരുന്ന് ഇവർ ഹോഴ്സ് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരും ആദ്യമായിട്ടാണ്, പക്ഷേ ഇവർ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിയോട് ചോദിച്ചു, ഹരി നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ല ചേട്ടാ, അവിടെ ഇവിടെയൊക്കെ വേദന എടുത്തിട്ട് പോയി എങ്ങനെയോ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഓക്കെ, ഇവർക്കും അറിയില്ല പരിപാടി. ഞാൻ പറഞ്ഞു മാസ്റ്റർ നമുക്ക് ഷോട്ട് വേണ്ടത് സ്പീഡിൽ ഈ ഞങ്ങളുടെ ടീം വരുന്നതായിട്ടല്ലേ, നമുക്കൊന്ന് സ്പീഡിലൊന്ന് ഓടിച്ച് നോക്കിയാലോ, നമുക്ക് അതാണല്ലോ വേണ്ടത്. ആ പരിപാടി ചെയ്തപ്പം ഒരു കുഴപ്പമില്ല. ഇത് സ്പീഡിൽ ഓടുമ്പോഴത്തേക്കും നമ്മൾ ബുദ്ധിമുട്ട് വേണ്ട, ഇങ്ങനെ തന്നെ ആയിക്കോളും. നമ്മൾ മറ്റേ ട്രോട്ടിങ്ങിലാണ് നമ്മൾ ഈ പൊങ്കം താഴെ ചെയ്യേണ്ടത്, മറ്റേ തന്നെ പൊങ്കം താഴെ ചെയ്തോളൂ. അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഓർത്തു ഇതാണ് പരിപാടി, കിട്ടി. അപ്പോഴത്തേക്ക് ഈ വൈറ്റ് കുതിരയ്ക്ക് എന്തോ വയ്യാണ്ട് വന്നിട്ട് അത് വന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ഒരു ഹൈറ്റുള്ള കുതിര. അപ്പം ഞാൻ മാസ്റ്ററോട് പറഞ്ഞു, മാസ്റ്റർ എനിക്ക് കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞ കുതിര മതി. അപ്പോൾ പറഞ്ഞു സാർ ഇത് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, സഹതാപം കിട്ടേണ്ട ഒരു മോഹമൊക്കെ ഉണ്ടാക്കി. ഞാൻ മിഥുൻ്റെ ചെന്നിട്ട് പറഞ്ഞു, മിഥുൻ ഒന്നാമത് എനിക്കറിയില്ല, പിന്നെ അന്ന് ഞാൻ ആ വൈറ്റ് കുതിര
അതിന് ഞാൻ മറ്റേ കപ്പലിൻ്റെ മിഠായിക്ക് മേടിച്ചു കൊടുത്ത് അതിനെ ഞാനൊന്ന് സൂചിപ്പിച്ചൊക്കെ വെച്ച് ആദ്യ പ്രാവശ്യം വന്നില്ല. ഞാൻ വലിയ കുതിര തന്നെ വരണോ ചേട്ടാ, വലിയ കുതിര വന്നത് നല്ലതായിരിക്കും, ചേട്ടനിന് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഓക്കെ. അപ്പം ഇങ്ങനെ പറയുന്ന ഒരാളുടെ ഒക്കെ പിന്നെ നമ്മൾ പിന്നെ ട്രൈ ചെയ്യാൻ നോക്കുമല്ലോ. അങ്ങനെ ഞാൻ വലിയ കുതിരയുടെ മേളിൽ കയറി ഇരുന്നു, ഷോട്ട് എടുത്തു, ഷോട്ട് നന്നായിട്ട് വന്നു. അപ്പോൾ കുതിരയുടെ പൊക്കം എന്നൊരു പ്രശ്നമല്ല, നമ്മുടെ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ പൊക്കം കുറഞ്ഞ കുതിരയാണെങ്കിൽ നമ്മൾ താഴ്ത്തി വീഴുവാണെങ്കിലേ ആ ഹൈറ്റിൽ നിന്നല്ലേ വീഴുള്ളൂ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് നമ്മൾ താഴ്ത്തി വീഴില്ല. അതിൻ്റെ പുറകിൽ കൂടെ കുതിര നിൽക്കുന്നതിൻ്റെ പുറകിൽ കൂടെ പോകല് എപ്പോഴാണെങ്കിൽ അത് ഒഴിക്കും ആണ്. അബദ്ധവശാലും പോലും പോകല്. ഞങ്ങളൊക്കെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ അതിനറിയില്ലല്ലോ. ഒരു ചവിട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എല്ലാം കുടിഞ്ഞു പോകും. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അല്ല, അത് എന്തെങ്കിലും കാരണവശാൽ ചെയ്തല്ലേ. ആ, പിന്നെ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിന് ഈ വിഷൻ കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അത് ഇവിടെ കൂടെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നാൽ പെട്ടെന്ന് പേടിച്ചു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ താഴ്ത്തിവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുതിരയുടെ നിങ്ങൾ നോക്കിയോ, ഇവിടെ ഒരു സാധനം ഇങ്ങനെ മാസ്ക് ചെയ്ത് വെച്ച് കാണും. അതിന് സ്ട്രെയിറ്റ് വിഷൻ മാത്രമേ കാണുള്ളൂ. എന്താ പഠിക്കാൻ പോകുന്നുണ്ടോ? ഒരു കൗതുകം, കുതിര പേടിയാ. ഈ മൂവിയിൽ വരുമ്പം നമുക്ക് മാസ് ഇൻട്രോ 2 ടൈം ലൈനിൽ ഉണ്ടാവുമോ? ആ, എല്ലാവർക്കും 2 ഇൻട്രോസ്, 2 ടൈം ലൈനിലും ഇൻട്രോസ്. ആന്റിസിപ്പേറ്റ് ചെയ്തു ഈ ഇൻട്രോ കാണും ഒന്ന് പൊളിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരു സീൻ. എൻ്റെ 2 ഇൻട്രോയും നല്ലതാ. ഇത് കുതിരപ്പുറത്ത് വരുന്ന ഇൻട്രോ ആണ്, നമ്മുടെ പാസ്റ്റിലുള്ളത്. അത് ഭയങ്കര രസമായിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ റോപ്പ് ക്യാം വെച്ചിട്ടാണ്. ഇപ്പോൾ കുതിരയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ ഇത് പിടിച്ച് വലിച്ചാൽ ബ്രേക്ക് ആവും. വലിക്കലാണ് ബ്രേക്ക് അതിൻ്റെ. അപ്പോൾ ഇതിനെ സ്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് റോപ്പ് ക്യാം ഇത് കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ ഭാഗ്യത്തിന് എനിക്കൊന്ന് 3rd ടേക്കിൽ ഷോട്ട് ഓക്കെ ആയി. ഭാഗ്യം. അതെ. അന്ന് പിന്നെ വൈകുന്നേരം ഹോട്ടലിൽ പോയിട്ട് ടബിൽ ഒരു 1/2-3 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കിടപ്പായിരുന്നു. ബോഡി മൊത്തം പെയിനാണ്. ഭയങ്കര വർക്കൗട്ടാണ് ഹോഴ്സ് റൈഡിങ്. മൊത്തം ബോഡി വർക്കൗട്ട് ആവുകയാണ്, വേർക്കും നമ്മൾ. ഫസ്റ്റ് മൂവി 2005 ഇറങ്ങുന്നത്. ഇപ്പം 2026 ആട് 3 വന്ന് എത്തുമ്പം യു ഹാഡ് എ വെരി കൺസിസ്റ്റന്റ് നല്ലൊരു കരിയർ, ഇംപ്രസീവ് കരിയർ ആണ് ഉണ്ടായിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ഓൾ ടുഗെദർ. ഇപ്പോൾ 3 ടേക്ക് അവേസ് ഞാൻ പറയണം, 3 ലെസൺസ് ദാറ്റ് യു ലേൺ ഫ്രം യുവർ ഓൺ കരിയർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ ആസ്പയറിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന് കൊടുക്കാൻ പറ്റുക? നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിരിക്കണം. രണ്ടാമത്തത് ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് വേണം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യാൻ. മൂന്നാമത്തത് എവറി ആക്ടർ ഐ തിങ്ക് ഷുഡ് റൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഈ വിഷ്വലൈസ് ചെയ്യുന്നത് അത് ഓൺ പേപ്പേഴ്സും കൂടെ ആക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഓൾ റൈറ്റേഴ്സ് വിൽ ബി ഗുഡ് ആക്ടേഴ്സ്. പല സിറ്റുവേഷൻസും പല കഥാപാത്രങ്ങളുടെ മൂഡ്സ് വഴി സഞ്ചരിക്കുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ അവരാദ്യം പറഞ്ഞ് നോക്കിയിട്ടാണ് ആ ഡയലോഗ് അവർ പകർത്തുന്നത്. ഈ ആക്ടർ അല്ലെങ്കിൽ ഈ കഥാപാത്രം ഈ സിറ്റുവേഷനിൽ ഈ ഡയലോഗ് പറയണമെങ്കിൽ അവരാദ്യം പറഞ്ഞു നോക്കുമല്ലോ മനസ്സിൽ. അപ്പോൾ അവരുടെ അത് ഭയങ്കരമായിട്ട് പോളിഷായി കാണണം. ദീസ് ആർ ദ 3 തിങ്സ്. 2024 ഭരതനാട്യം ഇറങ്ങി, ഇപ്പോൾ 26 മോഹിനിയാട്ടം വരെയാണ്. അതെ. വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഡാൻസ്? ഡാൻസ് കളിക്കുന്ന ഒരാളാണോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, ഡാൻസ് കളിക്കുന്ന ഒരാളും അല്ല. നമുക്ക് പക്ഷേ ചില സ്റ്റെപ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ചില സിനിമകളിലൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പോക്കിരി സൈമൺ, പിന്നെ ഞാൻ തമിഴ് പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു പടത്തിൽ ഞാൻ എൻ്റെ അകത്ത് 4 പാട്ടിലും 3 പാട്ടിലും ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം വെച്ചാൽ നമ്മൾ സപ്പോർട്ടിങ് റോൾ ചെയ്യുമ്പം ആ സമയത്ത് സപ്പോർട്ടിങ് റോൾസ് ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സപ്പോർട്ടിങ് റോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് ഇല്ല. അവർ പറയുന്ന ഓപ്ഷൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആയിരിക്കും. എനിക്ക് തമിഴ് പടത്തിലൊരു ഗുണം കിട്ടിയത് ഞാൻ ഹീറോ ആയിരുന്ന കാരണം അവർ എനിക്കനുസരിച്ചുള്ള സ്റ്റെപ്സ് കമ്പോസ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാ ഡാൻസ് മാസ്റ്റേഴ്സിനോടും പറയുന്നത് എനിക്കൊരു 4-5 സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ ഒരു 2 ലൈൻ നമ്മൾ എടുക്കുവാണ് ഷോട്ട്, അപ്പോൾ അതിനൊരു 4-5 സ്റ്റെപ്സ് എനിക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് പറ്റുമായിരിക്കും. നിങ്ങൾ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അത് വൃത്തികേടായിരിക്കും, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്. ഡാൻസ് അറിയാത്തത് കൊണ്ട് ഇഷ്ടമല്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനാണല്ലോ ഇഷ്ടം. പക്ഷേ ഡാൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് റോൾസ് വില്ലൻ ചെയ്തിട്ടുണ്ട്, ഹീറോ ചെയ്തിട്ടുണ്ട്, റൊമാൻറ്റിക് ഹീറോ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇനിയും ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ആയിരിക്കാം? എനിക്ക് ഒരു കുറച്ചാൾ മുമ്പൊക്കെ വരെ എനിക്ക് ബാക്കി പല ആക്ടേഴ്സും ചെയ്ത കുറേ കഥാപാത്രങ്ങൾ എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നൊക്കെയുള്ള ഇമ്മച്വറായിട്ടുള്ള തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറച്ചുകൂടെ ഏജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ മെച്വറായി എന്നുള്ളതാണ് ധാരണ.
അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചപ്പോഴത്തേക്കും നമ്മൾ ഒരു ആക്ടർ ചെയ്ത അത് വീണ്ടും ആഗ്രഹിക്കുന്നതിൽ ഒരർത്ഥമില്ല അല്ലേ. അപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് ഒരുപാട് സിനിമകളും ഒരുപാട് കഥാപാത്രങ്ങളും ചെയ്യാൻ കിട്ടി. സോ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് ഡൺ. ഇനി കമ്മിറ്റ് ചെയ്ത പടങ്ങളും ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് എന്നെ അവരുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. സോ ദാറ്റ് മേക്സ് മീ ഈവൻ മോർ ഹാപ്പി ദാറ്റ് ആൻഡ് മോസ്റ്റ്ലി ഓൾ പീപ്പിൾ ആർ ഡെബ്യൂട്ടൻസ്. സോ ഹൗ ഐ ടേക്ക് ഇറ്റ് ഇസ് അവരൊക്കെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് എന്നെ വെച്ച് സിനിമ ചെയ്യാനാണ്. സോ ദാറ്റ് മേക്സ് മീ ഫീൽ സോ ഗുഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്വപ്ന കഥാപാത്രമൊന്നുമില്ല. വരുന്ന സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം അബുവിന് വേണ്ടിയിട്ട് ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു മൂവി ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ, എന്തായിരിക്കും ഒരു ചേട്ടൻ്റെ ഒരു ഐഡിയയിൽ അബുവിൻ്റെ ബാക്ക് സ്റ്റോറി ആയിരിക്കാം? എങ്ങനത്തെ ഒരു ഫിലിം ആയിരിക്കും? ഏത് ജോണറിലെ ഫിലിം ആയിരിക്കും? അബുവിൻ്റെ ബാക്ക് സ്റ്റോറി അതിൽ ഭയങ്കര പുവർ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. അച്ഛൻ അത്ര പുവർ അല്ലായിരുന്നു, പക്ഷേ ബിസിനസ്സൊക്കെ തകർന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു പയ്യനാണ്. അപ്പോൾ ആദ്യം വലിയൊരു മാളികയിൽ താമസിക്കുകയും പിന്നെ അത് വിൽക്കേണ്ടി വന്നിട്ട് അയാൾ പിന്നെ ഒരു ചേരിയിൽ പോയി താമസിക്കുകയും അവിടെ കുറേ കൂട്ടുകാരെ കിട്ടുകയും പഠിക്കാൻ ആദ്യമൊക്കെ നല്ലതായിരുന്നു. പിന്നെ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടന്ന് മാങ്ങ പറിക്കുകയും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് ഒരുമിച്ച് മീൻ പിടിക്കാൻ പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ അയാൾ വളർന്ന് ഒരു സുപ്രഭാതത്തിൽ അയാളുടെ കൂട്ടുകാരനെ ഒരാൾ അടിക്കുന്നു. കൂട്ടുകാരനെ രക്ഷിക്കാൻ പോയ അബുവിന് നല്ലപോലെ അടി കിട്ടുന്നു. തിരിച്ച് ഇടിക്കാൻ നോക്കിയിട്ട് അയാളുടെ കൈ പൊങ്ങുന്നില്ല. കാരണം അത്രയും പേടിയാണ് അയാളുടെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും. എൻഡിങ് അറക്കലപൂൻ്റെ എൻഡിങ് അല്ലേ? ബാക്ക് സ്റ്റോറിക്ക് എങ്ങനെ എൻഡ് ആകുന്നത്? ബാക്ക് സ്റ്റോറിക്ക് എൻഡിങ് നമുക്ക് തൽക്കാലം വേണ്ട. താങ്ക് യു സ്റ്റെഫി.